ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MC ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് കോൺട്രാക്റ്റ് കിട്ടിയായിരുന്നു വണ്ടി ഇൻഫോ പാർക്കിൽ വില്യംസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി. അപ്പോൾ നമുക്കത് ട്രിപ്പൊക്കെ കിട്ടുന്നത് അവരുടെ ആപ്പ് വഴിയാണ്. ഒരു കോമൺ ആയിട്ടുള്ളൊരു ആപ്പ് ഉണ്ട് അവർക്ക്, അതുവഴിയാണ് നമുക്ക് ട്രിപ്പ് കിട്ടുന്നത്. ഷെഡ്യൂൾഡ് ട്രിപ്പായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് വന്നേക്കുന്നത് നമ്മുടെ പള്ളുരുത്തി നിന്നാണ്. അത്യാവശ്യം ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, 1 മണിക്കൂറോളം ഓട്ടം ഉണ്ടായിരിക്കും. മീൻസ് ഈ ട്രിപ്പ് ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ല, പക്ഷേ ഇതിൽ തന്നെ നമുക്ക് ചില സമയത്ത് കണക്ഷൻ ട്രിപ്പുകൾ അവർ കയറ്റി തരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നേക്കുന്ന ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. 2 ട്രിപ്പ് കയറി വന്നിട്ടുണ്ട്. ഒന്ന് 7:20 പിക്ക് ചെയ്യാനുള്ള ട്രിപ്പാണ്, അതാണ് പള്ളുരുത്തി ട്രിപ്പ്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 5:15 അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഇറങ്ങിയ കേട്ടോ. കാരണം ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. തേവര ഫെറി പാലത്തിലൊക്കെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉള്ളത് 9:22 വട്ടപ്പറമ്പിൽ നിന്നാണ്, അങ്കമാലി വട്ടപ്പറമ്പിൽ നിന്ന് പിക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടിനും സെക്യൂരിറ്റി വേണ്ട കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഡ്രോപ്പ്, അതായത് ഇൻഫോ പാർക്കിൽ ഡ്രോപ്പ് വന്നേക്കുന്നത് നമുക്ക് 9 മണിക്കാണ് തന്നിരിക്കുന്നതെങ്കിലും 8:30 അവിടെ എത്തണം വണ്ടി. അതാണ് ഇത് ഷെഡ്യൂളിൻ്റെ ഒക്കെ പ്രത്യേകത. ഇത് പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ 11 മണിക്കാണ് നമുക്ക് ഡ്രോപ്പ് വന്നേക്കുന്നത്, പക്ഷേ 10:30 വണ്ടി അവിടെ എത്തണം. അപ്പോൾ നമുക്ക് 11:15 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, എന്തോരം പേരുണ്ടെന്ന് പേരും ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ, ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി റെഡിയാക്കിയിട്ടൊക്കെയാണ് ഇറങ്ങാൻ പാകത്തിന്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കമ്പനിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഒരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പേരെന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ. പോകുന്ന വഴിക്ക് ഇതുപോലെ എന്തെങ്കിലും പണി കിട്ടിയാൽ പണി പാടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ മറ്റേ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എത്ര പേരുണ്ടെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 4 പേരാണ്. ടൈറ്റ് ലോഡാണ് കേട്ടോ, അത് മീൻസ് ടൈറ്റ് ട്രിപ്പാണ്. 4 പേരുണ്ട് നിലവിൽ. അതിലാദ്യം പിക്ക് ചെയ്യേണ്ടത്, ആദ്യം പിക്ക് ചെയ്യണ 2 പേര് മെയിൽസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഒരാൾ മാത്രമാണ് ഇതിനകത്ത് ഫീമെയിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 7:20. ഇപ്പോൾ ഏകദേശം 6:50 ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഏകദേശം നമുക്കൊരു 7 മണി 7:05 ആകുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ ആദ്യത്തെ പിക്കപ്പ് സ്പോട്ടിൽ പോയി പിക്ക് ചെയ്യുന്നു. പിന്നെ ആദ്യത്തെ പിക്കപ്പ് സ്പോട്ടിൽ കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നേരെ അടിച്ച് മിന്നിച്ചായിരിക്കും പോകേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തതിനാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ട്രിപ്പും കൂടെ ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് അങ്കമാലി വട്ടപ്പറമ്പിൽ നിന്ന് 9:22 പിക്കപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 8:30 നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ഈ ട്രിപ്പ് കറക്റ്റ് ടൈമിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കണ്ടിട്ട് ഇത്തിരി ഡിലേ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഇതിനകത്തെ നമുക്ക് മറ്റേ മെയിൽ സ്റ്റാഫുകളൊക്കെ കൃത്യസമയത്ത് ഇറങ്ങാൻ നോക്കും പരമാവധി. ഈ ലേഡി സ്റ്റാഫാണ് കുറച്ചും കൂടെ ഡിലേ വന്നത്. നമുക്ക് എപ്പോഴും 5 മിനിറ്റ് 10 മിനിറ്റോളം ഡിലേ വരാറുണ്ട് ചില സമയത്തൊക്കെ. ആണുങ്ങളും കണക്കിന് കേട്ടോ, എല്ലാവരും കൃത്യസമയത്തൊന്നും ഇറങ്ങില്ല. ചിലവർ 10 മിനിറ്റ് വരെ 15 മിനിറ്റ് വരെ ലേറ്റാക്കിയ ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇങ്ങനെയാണ് കേട്ടോ ട്രിപ്പ് വന്നത്. ഇത് ഓരോരുത്തർക്കും നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഡ്യൂട്ടി ആക്കിയിട്ടില്ല. സ്റ്റാർട്ട് ഡ്യൂട്ടി നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മീൻസ് ആദ്യം ആരെയാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കുക. അയാളുടെ ഡെസ്റ്റിനേഷൻ മാത്രമേ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് OTP അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ അടുത്ത ആളെ പിക്ക് ചെയ്യേണ്ട. മെയിനായിട്ട് മറ്റേ പണ്ട് യൂബറിൽ ഷെയർ ടാക്സി ഉണ്ടായിരുന്ന അതേ മെത്തേഡ് തന്നെ. പക്ഷെ ഇതിനകത്ത് ഇത്തിരി ടഫാണ് കാര്യങ്ങൾ. മീൻസ് ടഫല്ല, മീൻസ് ഇതിനകത്ത് ടൈമിങ് മുഖ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം തുടങ്ങിയ പരിപാടി തീർന്നത് ഏകദേശം 12:20 ആ റേഞ്ച് ആയപ്പോഴാണ് ലാസ്റ്റ് ട്രിപ്പ്. അതായത് 8-ാം തീയതിയിലത്തെ ലാസ്റ്റ് ട്രിപ്പ്. 8-ാം തീയതിയാണോ ഇന്ന്? 8-ാം തീയതിയിലത്തെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ തീർത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം എടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് 3 ട്രിപ്പുകളാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ 8-ാം തീയതി ദിവസം നമ്മൾ എടുത്ത മൊത്തം ട്രിപ്പ്, അതായത് രാവിലത്തെ ട്രിപ്പ്, വൈകുന്നേരത്തെ ട്രിപ്പ് എല്ലാം കൂടെ നമ്മൾ മൊത്തം എടുത്തേക്കുന്നത് 6 ട്രിപ്പാണെന്ന് തോന്നുന്നു. നോട്ടിട്ട് 1 2 3 5 6 ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. 256 കിലോമീറ്റർ നമ്മൾ ട്രിപ്പ് ഷീറ്റ് പ്രകാരം ഓടിയിട്ടുണ്ട്. മറ്റേ ഇന്നത്തെ പക്ഷേ അതിലും കുറവാണ് കേട്ടോ, കിലോമീറ്റർ റേറ്റ് കുറവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നമ്മളൊരു കണക്ഷൻ ട്രിപ്പ് എടുത്തിട്ടുണ്ടല്ലോ, അതാണ് അങ്ങനെ വരാനുള്ള കാരണം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 256 കിലോമീറ്ററിന് എത്ര കിട്ടിയെന്ന് അറിയണ്ടേ, എത്ര രൂപ വന്നെന്ന് അറിയണ്ടേ? അത് ഇപ്പോൾ കണക്കൂട്ടി പറഞ്ഞുതരാം കേട്ടോ. ഏകദേശം നമുക്ക് കിട്ടണ എമൗണ്ട് എന്ന് പറയുന്നത് 3328 രൂപയാണ് നമുക്ക് കിട്ടണ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ എങ്ങനെ പോയാലും ഒരു 1000 രൂപയുടെ ഡീസൽ തികച്ച് പോവും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡീസൽ ഫുൾ ടാങ്കാണ് ഇട്ടേക്കുന്നത്. ഫുൾ ടാങ്ക് അടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ലോഡാണ് എപ്പോഴും നമുക്ക് കയറി വരുന്നത്. ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം എടുത്ത ആദ്യത്തെ പിക്കപ്പ് പള്ളുരുത്തിയിൽ നിന്നായിരുന്നു. അപ്പോൾ ആ പള്ളുരുത്തിയിലെ പിക്കപ്പിൽ എന്തോ ഭാഗ്യത്തിന് ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ലേഡി സ്റ്റാഫ് ഇന്ന് ലീവായിരുന്നു. അത് അവർ ഫസ്റ്റിലെ തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. നമ്മളപ്പോൾ അത് കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞ് കൺഫേം ആക്കി. അപ്പോൾ അത് നോ ഷോ അടിച്ച്, മീൻസ് നമ്മുടെ ട്രിപ്പിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ നോ ഷോ അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ അതുകൊണ്ട് മാത്രം 3 പേരെ കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്ത് 10 മിനിറ്റ് മുമ്പായിട്ട്, അതായത് 8:30ക്കാണ് എത്തിക്കേണ്ടത്, 8:20 നമ്മൾ ക്ലോസ് ചെയ്ത് കമ്പനി ചെന്ന്. പക്ഷേ വട്ടപ്പറമ്പിൽ നിന്ന് അങ്കമാലി വട്ടപ്പറമ്പിൽ നിന്നുള്ള പിക്കപ്പ് നമ്മൾ കറക്റ്റ് 2 മിനിറ്റ് ലേറ്റായെന്ന് തോന്നുന്നു. 2 മിനിറ്റ് നമ്മൾ ലേറ്റായി, പക്ഷേ കസ്റ്റമർ വരാനായിട്ട് മിനിമം 10 മിനിറ്റ് 12 മിനിറ്റോളം പിടിച്ച്. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് വണ്ടി എത്തണമെങ്കിൽ 5 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ കസ്റ്റമറെ വിളിക്കും. കാരണം നമുക്കറിയാം ഏതൊക്കെ കസ്റ്റമർ ലേറ്റ് ആവണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് മുമ്പേ നമ്മൾ വിളിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും അവർ വരുമ്പോഴത്തേക്കും, കറക്റ്റ് ടൈമിലാവും. അത് കഴിഞ്ഞിട്ടും ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടിങ്ങിന് കമ്പനിയിലേക്ക് വിളിച്ചു പറയും. അപ്പോൾ അവർ ശരി അവർ ഈ എംപ്ലോയിനെ വിളിക്കും. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് എംപ്ലോയിക്ക് ടൈം കൊടുക്കും. എന്നിട്ടും ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നോഷോ അടിച്ച് നമുക്ക് തിരിച്ചു പോരേണ്ടി വരും എന്നൊക്കെ ഇവർ പറയണം. പക്ഷേ അവർ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെന്തോന്നാണ്, പിന്നെ ഭാഗ്യത്തിന് അത് 2 പേരുണ്ടായിരുന്നുള്ളൂ. 2 പേരുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നേരത്തെ, അതായത് കറക്റ്റ് ടൈമിലായിരുന്നു എത്തിച്ചത്. പിന്നെ അതിനുശേഷം പഴന്തകാലിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അത് നായരമ്പലമായിരുന്നു. അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇന്ന് ഓടിയത്, അതായത് 8-ാം തീയതി ഓടിയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണിത്. നമ്മൾ 4:10 ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 4:10 ഡ്രോപ്പായിരുന്നു കേട്ടോ കിട്ടിയത്. അതായത് കമ്പനിയിൽ നിന്ന് സ്റ്റാഫുകളെ വീട്ടിൽ കൊണ്ടുപോയാക്കണതിന് ഡ്രോപ്പെന്നും വീട്ടിൽ നിന്ന് കമ്പനി കൊണ്ടുവന്നാക്കണതിന് പിക്കെന്നും പറയും. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പിന്നെ അതിന് ശേഷം മുടന്തുരുത്തിയിൽ നിന്ന് എനിക്ക്
ഇതാണ് ആ കണക്ഷൻ ട്രിപ്പ്. ഏരൂരിലേക്ക് നമുക്ക് ഡ്രോപ്പ് വന്നു. അതിനുശേഷം മുളന്തുരുത്തിയത് പിക്ക് വന്നു. അപ്പോൾ ആ ഒറ്റ ലൈനിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. പിന്നെ അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ട്രിപ്പ്, ഏഴേകാലിൻ്റെ ലാസ്റ്റ് ട്രിപ്പ്, ഏഴേകാലിനാണ് ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് തന്നത് രാവിലത്തെ. അതോടെ ഷിഫ്റ്റ് കഴിയും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടിയത് കളമശ്ശേരിയിലേക്കായിരുന്നു, വട്ടേക്കുന്നം. പിന്നെ ഇതാണ് നമ്മൾ പള്ളുരുത്തിയിൽ നിന്ന് എടുത്തത്. പിന്നെ അതിന് ശേഷം ചെങ്ങമ്മനാട്, വട്ടപ്പറമ്പ്, പിന്നെ നായരമ്പലം, ഇത്രേ ഉള്ളൂ. ഓക്കെ, മൊത്തം 6 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ട്രിപ്പ് കുറവായിരിക്കും കേട്ടോ. കാരണം വെച്ചാലേ നമുക്ക് നാളെ നാളെ അല്ല, ഇന്നിപ്പോൾ 9-ാം തീയതി ആയിട്ടോ. ടൈം ഇപ്പോൾ 1:24 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് വോട്ടിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കണവരൊക്കെ, അതായത് വോട്ടുള്ളവരൊക്കെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ബാക്കി ലോക്കൽസാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് അറിയത്തില്ല. മാത്രമല്ല ഇന്ന് എനിക്ക് കിട്ടിയ പിക്കപ്പ് എല്ലാം തന്നെ ഇതായിരുന്നു, എന്താ പറയുക, ഇന്ന് കിട്ടിയ എല്ലാ പിക്കപ്പും മറ്റേ വീടുകളിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള പിക്കപ്പായിരുന്നു. ഒറ്റ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് ഒരെണ്ണം പോലും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു 3 മണി വരെ കിടന്നുറങ്ങണം വണ്ടിയിൽ തന്നെ. ഉറക്കം വന്നിട്ട് പോയി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പകല് ഉറങ്ങാൻ നോക്കും, പക്ഷേ വെളിച്ചം കാരണം ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങും, നന്നായിട്ട് ഉറങ്ങുന്നത് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കിടക്കയിൽ നന്നായിട്ട് കിടന്നുറങ്ങും. അപ്പോഴത്തേക്ക് ഏതെങ്കിലും കുരിശുകൾ വിളിക്കും. വൈഫും അമ്മയും വിളിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം മറ്റേ ജോലി കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ ഇത് സിമ്മിൻ്റെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഓഫറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കും പണ്ടാറടങ്ങാനായിട്ട്. അത് കാരണം ചില സമയത്ത് ഉറക്കം പോകും. നല്ല ഉറക്കത്തിലാണെങ്കിൽ ഫോണിൻ്റെ ഒച്ചയായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.